അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് അമർഷമുണ്ട്, അതെനിക്ക് മനസ്സിലായി. എന്തമർഷം? പസാരി സാർ പോലീസിന് ചെറുതാ, മാഫിയക്കാണ് വലുത്. അയാളെ കുറിച്ച് എന്താ കരുതിയിരിക്കുന്നത്? എന്ത് തന്നെയാണെങ്കിലോ നിന്നേക്കാൾ മൂത്ത ആളല്ലേ, വായി തോന്നിയത് വിളിച്ചു പറയണ്ട. മൊത്ത ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയും ഇത്രയും ചെയ്തൊരാളെ ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാർ തന്നെ ഇങ്ങനെ സംസാരിച്ച ദേഷ്യം വരാതെ വേറെ എന്ത് ചെയ്യാൻ പറ്റും? എല്ലാം അറിയുന്ന പോലെ സംസാരിക്കല്ലേ. അറിയായിരിക്കുന്നല്ല, അറിയാം. അതുകൊണ്ടാണ് ഇന്റലിജൻസ് വിംഗിൽ നിന്നേക്കാൾ മുകളിലുള്ളത്. നിന്നെ ഏതെങ്കിലും ഒരുത്തൻ ഒരു ദിവസം നല്ല ഇടിയിടിക്കും. ഇതുവരെ ആർക്കും ആ ധൈര്യം ഉണ്ടായിട്ടില്ല. ജോക്സ് അപ്പാർട്ട്മിന ക്രൈം എന്ന് പറയുന്ന ഒരു ലീഗൽ വേൾഡാ. പല സന്ദർഭങ്ങളിലും കുറ്റം ചെയ്യാനുള്ള കാരണം മോറലി കറക്റ്റ് ആയിരിക്കാം. പസാരിക്കുണ്ടായ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കണം. ഒരാളുണ്ട്, മേ ബി ഹി ക്യാൻ ഹെൽപ്പ് യു. ബജ്രംഗി, എ സസ്പെൻഡഡ് കോപ്പ്. ആദ്യം ഒരുമിച്ച് വർക്ക് ചെയ്തവരായിരുന്നു, പക്ഷെ ഇപ്പൊ ശത്രുക്കളായി. ബട്ട് ബി കെയർഫുൾ ശിവ, അവനൊരു മെന്റലാന്ന് വേണം പറയാൻ. ബജ്രംഗി, നീ ആരാന്നാ ചോദിച്ചേ? ശിവാജി. പക്ഷേ ഞാൻ എന്തിനു നിന്നെ വിശ്വസിക്കണം? ഈ ചോദ്യം ഞാൻ നിന്നോട് തിരിച്ചു ചോദിച്ചാലോ? പസാരി പോലീസുകാരെക്കാട്ടിലും അണ്ടർവേൾഡിലാണ് കൂടുതലും ഉണ്ടാവുക. അവൻ സത്യം പറഞ്ഞ അവൻ അണ്ടർവേൾഡ് ഡോൺ നായക്കിന്റെ ഒപ്പം കൂടിയിരിക്കുക. പക്ഷെ നായക്ക് കുറെ മുമ്പേ റിട്ടയർഡ് ആയി പോയതല്ലേ? പോലീസ്, പോളിറ്റിക്സ്, മാഫിയയിലുള്ള ആൾക്കാർ പുറത്ത് കാണിക്കുന്നതൊന്നും സത്യമല്ല. ഇറ്റ്സ് ജസ്റ്റ് എ ഷോ മാൻ. അങ്ങനെയെങ്കിൽ പസാരിയുടെ ഷോ എന്താ? നിന്നോട് പറയുന്നതിൽ എനിക്കെന്താ ലാഭം? ഇൻഫർമേഷൻ കറക്റ്റ് ആണെങ്കിൽ ഗവൺമെന്റിൽ നിന്ന് റിവാർഡ് വാങ്ങിച്ചു തരാം. റിവാർഡ് പൈസയ്ക്ക് വേണ്ടിയല്ല, എന്റെ പക വീട്ടാൻ വേണ്ടി ചെയ്യണത്. എങ്കിൽ പസാരിയെക്കുറിച്ച് അറിയാവുന്ന എല്ലാം പറയും, കള്ളം മാത്രം പറയാൻ പാടില്ല. പസാരിയുടെ സത്യത്തിലുള്ള നുണയെന്താ, നുണയിലുള്ള സത്യം എന്താന്ന് എല്ലാം പറഞ്ഞുതരാം. ബജ്രംഗി പറഞ്ഞതിൽ ഏത് കള്ളമാണ് സത്യം, ഏത് സത്യമാണ് കള്ളം, അത് മാറ്റിവെച്ചേക്ക്. ബജ്രംഗിക്ക് സെക്യൂരിറ്റിയായി നമ്മുടെ ആളുകളെ ആരെങ്കിലും അയക്കണം. ഈ കാര്യം ആരും അറിയരുത്, ബജ്രംഗി പോലും. ഓക്കെ.
സ്വാമി, ഇത് വരരുത്. പസാരിയെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. പസാരിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. നീ സാക്ഷി പറയണം സ്വാമി. അപ്പോ എന്റെ സേഫ്റ്റിക്ക് എന്താണ് ഗ്യാരണ്ടി? ഒന്നുമില്ല. പസാരി വിചാരിച്ചാൽ നിന്നെയും കൊല്ലും, വേണമെങ്കിൽ എന്നെയും കൊല്ലാൻ കഴിയും. പക്ഷെ അവനത് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അവനെ ഫിനിഷ് ചെയ്തിരിക്കണം. പസാരിയെക്കുറിച്ച് എനിക്കൊരു ഡീറ്റെയിൽഡ് സ്റ്റേറ്റ്മെന്റ് ആവശ്യമുണ്ട്. പറയൂ ശിവാജി. സർ, എൻ്റെ ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട് ഒരു റിപ്പോർട്ട് കോടതിയിൽ സബ്മിറ്റ് ചെയ്യാനുണ്ട്. ആ ഡോക്യുമെന്റിൽ എനിക്ക് സാറിൻ്റെ സൈൻ വേണം. സാറിന് ഓഫീസിലേക്ക് വരാൻ പറ്റുമോ? ഓൺലി വൺ സിഗ്നേച്ചർ. ഓക്കെ. ഒരു തവണ ഇത് മുഴുവൻ വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും എഴുതി ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർത്തോളൂ സാർ. കോടതി ഈ റിപ്പോർട്ടിനെ സ്റ്റേറ്റ്മെൻ്റായിട്ട് കരുതും.